പരിശുദ്ധമായ റബീഉൽ ആഖിറിലെ ഈ മജ്ലിസ് ബഹുമാനപ്പെട്ട മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആണ്ടിൻ്റെ മാസം കൂടിയാണ്, അവിടുത്തെ അനുസ്മരണം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ മജ്ലിസ്. നമുക്ക് വലിയ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന, നമുക്കറിയുന്ന, നമുക്ക് പരിചയമുള്ള, വിളിച്ചാൽ വെളിപ്പുറത്താണെന്ന് നമുക്ക് ഉറപ്പുള്ള ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വല്ല നിലത്തിലും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞ, നമുക്കെപ്പോൾ വിളിച്ചാലും അവിടുത്തുമായി നമുക്ക് ബന്ധമുണ്ടോ, അവിടുത്തെ നമ്മൾ സ്മരിക്കുന്നവരാണോ ഓർക്കുന്നവരാണോ, നമുക്കതിന് ഉത്തരം നമുക്ക് ലഭിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത്, അള്ളാഹു സംരക്ഷിച്ച്, അള്ളാഹു നല്ലതിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുത്ത് അവസാനം ഔലിയാക്കളുടെ ഖുതുബായി, ഔലിയാക്കളുടെ നേതാവായി അള്ളാഹു ഉയർത്തിയ മഹാനാണ് ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ. മഹാനായ ഗൗസുൽ ആദമിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്കൊക്കെ അറിയുന്നതും അറിയാത്തതുമായ എത്രയോ കാര്യങ്ങൾ നമുക്ക് കിതാബുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും. അതല്ലാതെ തന്നെ നമ്മുടെ അനുഭവങ്ങളും അനേകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖദമിലായി, അവിടുത്തെ കീഴിലായി, അവിടുത്തെ തർബിയത്തിലായി ജീവിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബാലവി തുരീഖത്തിന്റെ മശായിഖന്മാരൊക്കെ ബഹുമാനപ്പെട്ട ജീലാനി ശൈഖിന്റെ തുരീഖിലൂടെ കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ജീലാനികൾ കൂടിയാണ്, ഖാദിരികൾ കൂടിയാണ് എന്ന് നമുക്ക് സന്തോഷിക്കാം. മാത്രമല്ല ബഹുമാനപ്പെട്ട നമ്മുടെ കിഴക്കേപ്പുറം സൈനുദ്ദീൻ ഉപ്പാപ്പ അടക്കം, മഹമ്മൂദ് ഈബത്തുല്ലാ അൽ ബുഖാരി അടക്കം, നമ്മുടെ ചെമ്പലങ്ങാട് ഉസ്താദ് അടക്കം, അവരൊക്കെ നമുക്ക് കൈമാറി തന്നതും ആ ഖാദിരിയത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പൊരുത്തം നമ്മുടെ ജീവിതത്തിലൂടെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീലാനി ശൈഖ് തങ്ങൾ ഒരു ദിവസം അറഫാ ദിവസം മഹാനവറുകൾ ഇങ്ങനെ ഒരു കൃഷിയിടത്തിൽ ഇങ്ങനെ മാടുമായിട്ട് ഇങ്ങനെ മേക്കുകയാണ്. ആ സമയത്ത് ആ മാട് തിരിഞ്ഞു ചോദിച്ചു, ഇതിനാണോ നിന്നെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ബേജാറായി വീട്ടിലേക്ക് പോയി. വീടിൻ്റെ മച്ചിമ്പുറത്ത് കയറി അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അറഫയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയത് മഹാനവറുകൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ്. ഇത് കണ്ട് ഖൽബിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് പ്രവേശിക്കുകയും അങ്ങനെ ഉമ്മയോട് വന്ന് പറയാണ്, ഞാൻ ഇൽമു പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ ഉമ്മ നാണയത്തുട്ടുകൾ കൊടുത്ത് ഇൽമു പഠിക്കാൻ പറഞ്ഞയക്കുകയും ബാഹ്യമായ ഇൽമുകളൊക്കെ പഠിച്ച് അതിനു പുറമെ ആന്തരികമായ ഇൽമും ഒരുപാട് പ്രയാസം സഹിച്ച് മഹാനവറുകൾ പഠിച്ചു. എല്ലാ ഉറൂസുകൾക്കും അനുസ്മരണകൾക്കും നമ്മൾ പറയുന്നത് പോലെ നമ്മൾ കറാമത്തുകൾക്ക് പിന്നിൽ ഇങ്ങനെ അതുമാത്രം ചിന്തിച്ച് നടക്കാതെ അവരെങ്ങനെ ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തെത്തി എന്ന് മനസ്സിലാക്കുകയും അവർ ത്യജിച്ച, അവർ സഹിച്ച ത്യാഗങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മളും അതുപോലെ പരിശ്രമിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. എത്രയോ ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് ആളുകൾ കഴിച്ച് വലിച്ചെറിയുന്ന ഫ്രൂട്ട്സിൻ്റെ, തണ്ണിമത്തൻ പോലെയുള്ള വസ്തുക്കളുടെയൊക്കെ തോലുകൾ ഭക്ഷിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അതിനുശേഷം ഉന്നതമായ റിയാദകളിലേക്കും മുജാഹദയിലേക്കും ഒക്കെ കടന്നപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ, ഉണ്ടായിട്ടും കഴിക്കാതെ, ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ, രാത്രി ഉറങ്ങാതെ, പകൽ ഭക്ഷണം കഴിക്കാതെ നോമ്പനുഷ്ഠിച്ചൊക്കെ എത്രയോ പ്രയാസപ്പെട്ട് ഒരുപാട് ഖത്തുമുകളൊക്കെ ഓതി തീർത്ത്, ദിക്റുകളൊക്കെ ചൊല്ലി തീർത്ത് നല്ല പരിശ്രമത്തിലൂടെയാണ് അവരൊക്കെ വലിയ സ്ഥാനത്തെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ഉന്നതമായ സ്ഥാനത്തെത്തിയപ്പോൾ എല്ലാവരെയും പഴപ്പിക്കാൻ വരുന്നത് പോലെ ഇബ്ലീസ് പഴപ്പിക്കാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറയാണ്, അബ്ദുൽ ഖാദിർ നിങ്ങൾക്കെല്ലാം അള്ളാഹു ഹലാലാക്കി തന്നിട്ടുണ്ട്, കാരണം നിങ്ങൾ ഇത്ര ഇടങ്ങറായില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഹലാലാക്കി തന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്തും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീലാനി ശൈഖിന് മനസ്സിലായി, എന്ത് ഈ പറയുന്നത് ആരാണ്? ഇബ്ലീസാണ്, ശൈത്താനാണ്. കാരണം എന്തേ? എല്ലാ ഹലാലായത് ശൈത്താന് മാത്രമാണ്. അള്ളാഹു ഹറാമാക്കിയത് ഒരിക്കലും എന്താവൂല, ഹലാലാവൂല. അത് ആര് ഹലാലാക്കിയാലും അത് ഹലാലാവൂല. അപ്പോ ജീലാനി ശൈഖ് ഉടനെ ആട്ടിവിട്ടു ആളെ. ജീലാനി ശൈഖിനോട് എന്നിട്ട് ശൈത്താൻ പറയാണ്, ഇബ്ലീസ് പറയാണ്, ഈ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ 70ഓളം മൗലിയാക്കളെ പേപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളിതിൽ രക്ഷപ്പെട്ടു. അപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ ദിക്റില്ലുമ്പോൾ, കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആരൊക്കെയോ ആയി എന്ന തോന്നൽ നമ്മൾ ഒരിക്കലും നമുക്കുണ്ടാവരുത് എന്നാണ് ജീലാനി ശൈഖിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അതാണ് ജീലാനി ശൈഖ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.